മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡ് യഥാവധി നന്നാക്കാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. മേലാറ്റൂർ ചെമ്മാണിയോട് പരുന്താണി പ്രദേശത്താണ് മഴവെള്ളം കെട്ടുനിന്ന് റോഡിൽ ആകെ ചെളിക്കുളമായിരിക്കുന്നത്. വീടുകളിലേക്ക് ചെളി കയറാതിരിക്കാൻ കല്ല് നിരത്തിവെച്ചിരിക്കുകയാണ് വീട്ടുകാരിപ്പോൾ. ഏകദേശം 1 വർഷത്തോളം മുൻപാണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ ചെമ്മാണിയോട് വേങ്ങൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പരുന്താണി ഭാഗത്ത് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി ചാല് കീറിയിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി നീണ്ടുപോയതോടെയാണ് പ്രദേശവാസികളുടെ ദുരിതവും ആരംഭിച്ചത്. ഒരു മഴ പെയ്താൽ പിന്നെ ഇതാണ് റോഡിന്റെ അവസ്ഥ. വാഹനയാത്ര പോയിട്ട് കാൽനടയാത്ര പോലും ഏറെ ദുഷ്കരം നിറഞ്ഞ പാതയിലൂടെ ഏറെ സാഹസപ്പെട്ട് വേണം പിന്നെ സഞ്ചരിക്കാൻ. ഈ ചളി ഇവിടെ ഒരു കൊല്ലത്തിന് മേലെ ഈ റോഡ് കയറിയിട്ട് അത് ആരും അത് ശ്രദ്ധിക്കണമില്ല. ഇവിടെയാണെങ്കിൽ ചളി പിടിച്ച് കുട്ടികൾ സ്കൂളിൽ പോകാനും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. വണ്ടി താന്നു പോവുക, ഇതൊക്കെയാണ് ഇവിടുത്തെ കേട്. കുറേ ദിവസമായി ഇപ്പോൾ ഇത് ഞങ്ങൾ ഇയാളെ വീടിൻ്റെ പഠിക്കലാണ്. ഇയാളിത് കുറേ ദിവസം വന്ന് മാന്തും, അവിടെ ചാല് കീറും, വെള്ളം ഒഴിവാക്കും, അങ്ങനെയൊക്കെ ആക്കി ഇപ്പോൾ ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാതായിട്ടാണ് ഇപ്പോൾ അവിടെ കല്ലിട്ടിരിക്കുന്നത്. വീട്ടിലേക്ക് ചളി തെറിച്ചിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ. അവനവൻ്റെ വീട്ടിലേക്ക് ചളി തെറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അധികൃതരും ഇത് കാണണം, അത് നിർബന്ധമാണ്. മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. മെമ്പർ ഇപ്പോൾ എന്നും ഇതിലെ വണ്ടി കൊണ്ട് പോകണമാണ്, മെമ്പർ കാണുന്നതുമാണ്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കേട്. പിന്നെ ഈ റോഡ് കീറിയതിന് ശേഷം സൈഡ് ഒരു ടാർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ പ്രാവശ്യം റോഡ് പണി എടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ നിന്ന് ഉയർത്തണം, ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. അന്നും അവരെ ചെയ്തില്ല. മഴ ശക്തമാകുന്ന വേളകളിൽ റോഡിലെ ചെളിവെള്ളം വീടുകളിലേക്ക് വരുന്ന അവസ്ഥയുമുണ്ട്. ഇതുകാരണം വീടിന് മുന്നിൽ താൽക്കാലികമായി വെട്ടുകല്ല് സ്ഥാപിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. അതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇവിടുന്ന് കാണുന്ന മണ്ണ് ചളി മഴ വരും, പിന്നെ ഞാനത് ഇതാക്കും. പിന്നെ ഇത് ഇന്നലെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. കുട്ടികളൊക്കെ ഇതാക്കുകൊണ്ട് അല്ലാതെ ഒരു രക്ഷയില്ല. വീടിൻ്റെ ഉള്ളിൽ ചളി തെറിക്കുകയാണ്. നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകൊണ്ടാണ് ചെയ്തിക്കണേ. അതിങ്ങനെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ വന്ന് നോക്കുമ്പോൾ പിന്നെ വണ്ടി അങ്ങോട്ട് കയറിയിട്ട് ചളി മൊത്തത്തിൽ അങ്ങോട്ട് കയറിയിട്ട് കുട്ടികൾക്കും കൂടി മുറ്റത്ത് കളിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഇത് ഇങ്ങനെ ചെയ്തത്. നമ്മളെ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ശരിക്കും ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ റോഡാകെ മാറിയിരിക്കണു. ആകെ ഒട്ടിപ്പൊളിഞ്ഞ് മനുഷ്യന്മാർക്ക് അപകടാവസ്ഥയാണ്. എല്ലായിടത്തും കുണ്ടും കുഴിയൊക്കെ കഴിയുകൊണ്ട് വാഹനങ്ങൾക്കും മനുഷ്യന്മാർക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇതിന് എന്തെങ്കിലും പരിഹാരം നിങ്ങൾ കാണണം. അധികാരികൾ ബന്ധപ്പെട്ടവരിന്ന് കണ്ടതിന് വേണ്ട നടപടികൾ എടുക്കണം. ഇതിപ്പോൾ ഒരു വർഷത്തിന് മേലെ 1.5 വർഷത്തിന് മേലെ ഇപ്പോൾ ഇതിങ്ങനായിട്ട് അത് ഈ പിന്നെ പൈപ്പിലിൻ്റെ ചാലുകളിൽ അങ്ങോട്ടും വിലങ്ങൊക്കെ കീറി ആകെ തമ്പില്ലാതാക്കിയാണ്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിവിടം. അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.